Hello everyone, welcome to my YouTube channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോയിൽ മെക്കാനിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ബേസിക് ഡെഫിനിഷൻ ആൻഡ് സിമ്പിൾ ടെസ്റ്റ്. അപ്പം ഇതിൽ നമ്മൾ ആദ്യം തന്നെ സോയിൽ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് സിസ്റ്റം ആണ് അല്ലേ. അതിൽ സോളിഡ്സ് ഉണ്ട്, ഇതിൽ കാണുന്നത് പോലെ സോളിഡ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു മിക്സ്ചർ ആണ് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് ഭയങ്കര കോംപ്ലക്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സോളിഡിനെ അടിയിലേക്ക് വരച്ച് വാട്ടർ അതിന്റെ മുകളിൽ, എയർ അതിന്റെ മുകളിൽ, അങ്ങനെയായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 phase സിസ്റ്റം കിട്ടും. ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ. അപ്പം ഇത് നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മൾ വരയ്ക്കുന്നതാണ്. ആക്ച്വലി ഇത് അങ്ങനെയല്ല, സോയിൽ ഇങ്ങനെയല്ല അല്ലേ, അത് കോംപ്ലക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ സിംപ്ലിസിറ്റിക്ക് നമ്മളൊരു 3 phase സിസ്റ്റം റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അത് 2 phase സിസ്റ്റം ആകും എപ്പോന്ന് വെച്ചാൽ ഡ്രൈ സോയിൽ ആകുമ്പോഴും സാച്ചുറേറ്റഡ് സോയിൽ ആകുമ്പോഴും. ഡ്രൈ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ തീരെ വെള്ളവും ഇല്ല. അപ്പം വോള്യൂം ഓഫ് വാട്ടർ അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്ന സാധനം, മാസ് ഓഫ് വാട്ടർ 0 ആണ്. അതായത് വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഡ്രൈ സോയിൽ വരും. അപ്പൊ അതിൽ വാട്ടർ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഉണ്ടാവില്ല. സിമിലർലി ഇഫ് ഫുള്ളി സാച്ചുറേറ്റഡ്, അതായത് ഫുൾ വെള്ളമാണ്, വോള്യൂം ഓഫ് വോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എയറും വാട്ടറും. അപ്പൊ അതില് എയർ ഇല്ല, വെറും വാട്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പൊ അത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലായി മാറും. അപ്പൊ അതിൽ എയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പൊ മാസ് ഓഫ് എയർ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, വോള്യൂം ഓഫ് എയർ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പക്ഷെ ഇതിൽ വോള്യൂം ഓഫ് എയറും ഉണ്ടാവില്ല, കാരണം എയർ എന്നില്ല, ഫുള്ളി സാച്ചുറേറ്റഡ് ആണിത്. അപ്പം 3 phase സിസ്റ്റം 2 phase സിസ്റ്റം ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണുള്ളത്. ഓക്കെ, 3 phase സിസ്റ്റം ഇങ്ങനെ മൂന്ന് വാട്ടർ, എയർ, സോളിഡ് മൂന്നും ഉണ്ടാവും. 2 phase സിസ്റ്റം ഡ്രൈ സോയിലും സാച്ചുറേറ്റഡ് സോയിലും എക്സിസ്റ്റ് ചെയ്യും. ഡ്രൈ സോയിലിൽ എയർ മാത്രമേ ഉള്ളൂ, വാട്ടർ ഇല്ല. സാച്ചുറേറ്റഡിൽ വാട്ടർ മാത്രമേ ഉള്ളൂ, എയർ ഇല്ല. അതാണ്. ഇനി അടുത്തത് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാം. സർട്ടൻ വോള്യൂമെട്രിക് റിലേഷൻഷിപ്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ എന്താന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പിക്ചർ പഠിക്കാനുള്ളത്. താഴത്ത് സോളിഡ്സ് ഉണ്ട്, പിന്നെ അതിന്റെ മുകളിൽ വാട്ടർ ഉണ്ട്, പിന്നെ അതിന്റെ മുകളിൽ എയർ ഉണ്ട്. അപ്പൊ വോള്യൂം ഓഫ് സോളിഡിനെ നമ്മൾ VS വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. മാസ് ഓഫ് സോളിഡിനെ MS വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. പിന്നെ വോള്യൂം ഓഫ് വാട്ടറിനെ VW വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. മാസ് ഓഫ് വാട്ടറിനെ MW വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. എയറിന് മാസ് ഇല്ല, അതുകൊണ്ട് MA is equal to 0. അല്ലെങ്കിൽ ഇത് നെഗ്ലക്ട് ചെയ്യാം, ചെറിയ വാല്യൂ ആയിരിക്കും. മാസ് ഉണ്ടാകും, പക്ഷെ ഭയങ്കര ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നതാണത്. പിന്നെ വോള്യൂം ഓഫ് എയറിനെ VA വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ടോട്ടൽ വോള്യൂം ഓഫ് വോയിഡ്സ് VV വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു VA പ്ലസ് VW. ഇനി അതാണ് ഇവിടെ VV വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഇവിടെ. പിന്നെ ടോട്ടൽ വോള്യൂം VA, ക്യാപിറ്റൽ V ആണ്. ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആണ്. അപ്പൊ V എന്ന് പറയുന്നത് എന്താണ്, വോള്യൂം ഓഫ് വോയിഡ്സ് പ്ലസ് വോള്യൂം ഓഫ് സോളിഡ്, അല്ലെങ്കിൽ വോള്യൂം ഓഫ് എയർ പ്ലസ് വോള്യൂം ഓഫ് വാട്ടർ പ്ലസ് വോള്യൂം ഓഫ് സോളിഡ്. ടോട്ടൽ മാസ് എന്താണ്, MS പ്ലസ് MW. MS പ്ലസ് MW. ഓക്കെ, ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് സർട്ടൻ ടേംസ് പഠിക്കാം. ഫസ്റ്റ് വൺ, വോയിഡ് റേഷ്യോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഇതിനെ നമ്മൾ E വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. E ഈസ് ഈക്വൽ ടു വോള്യൂം ഓഫ് വോയിഡ്സ് ഇത്ര ബൈ വോള്യൂം ഓഫ് സോളിഡ് ഇത്ര. അപ്പം എത്രമാത്രം സോയിലിൽ വോള്യൂം ഓഫ് വോയിഡ്സും ഉണ്ട്, വോള്യൂം ഓഫ് സോളിഡ്സും ഉണ്ട്, അതിന്റെ റേഷ്യോ ആണ് E എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി വോള്യൂം ഓഫ് വോയിഡ്സ് എന്തായാലും ഉണ്ടാവും, കാരണം 2 phase സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 phase എന്ന് പറയുന്നൊരു സിസ്റ്റവും ഇല്ല, അതായത് എയറും വാട്ടറും രണ്ടും ഇല്ലാത്തൊരു സിസ്റ്റവും ഇല്ല. അപ്പൊ എന്തായാലും വോയിഡ്സിന് വോള്യൂം ഉണ്ട്. അപ്പം വോള്യൂം ഓഫ് വോയിഡ്സ് ക്യാൻ ബി എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0. 0 എന്ന് പറയുന്ന വാല്യൂ ഒരിക്കലും എത്തില്ല, കാരണം വോള്യൂം ഓഫ് വോയിഡ്സ് 0 ആവില്ല. പിന്നെ വോള്യൂം ഓഫ് വോയിഡ്സ് വോള്യൂം ഓഫ് സോളിഡ്സിനെക്കാളും കൂടുതലാകാം, കാരണം സോളിഡ് പാർട്ടിക്കിളിനെക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാവാം ചിലപ്പം സോയിലിൽ. അപ്പം അങ്ങനത്തെ സ്റ്റേറ്റ് വരും. അപ്പം അങ്ങനത്തത് വരുമ്പം ഈ ഗ്രേറ്റർ ദാൻ 1 ആവാം. അപ്പം എനി വാല്യൂ, ഈ ക്യാൻ ടേക്ക് എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ അതാണ് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഫൈൻ ഗ്രെയിൻ പാർട്ടിക്കിൾസ്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് ഫൈൻ ഗ്രെയിൻഡ് ആണെങ്കിൽ. ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽറ്റും ക്ലേയും ഒക്കെയാണ്. ഇനി കോഴ്സ് ഗ്രെയിൻഡ് ആണെങ്കിൽ അത് പാർട്ടിക്കിൾസ് വലുതായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള വോയിഡ്സ് കുറച്ച് വോയിഡ്സേ ഉണ്ടാവുള്ളൂ. അപ്പം ഫൈൻ ഗ്രെയിൻഡ് ആകുമ്പോൾ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവുന്ന കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ വോയിഡ്സും ഉണ്ടാകും. അപ്പം വോയിഡ് റേഷ്യോ ഫൈൻ ഗ്രെയിൻഡിൻ്റെത് ഗ്രേറ്റർ ദാൻ കോഴ്സ് ഗ്രെയിൻഡത് ആയിരിക്കും. പിന്നെ
ഇതാണ് ക്യൂബിക്കൽ എറേ എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഒരുപാട് വോയിഡ്സ് ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ. അപ്പൊ ഇത് ലൂസസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇതിന്റെ ഈ മാക്സിമം വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് 0.91 ആണ്. ഇനി ഇത് ഡെൻസസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഇതിന് ഡയഗണൽ എറേ ആണ് കാണിക്കുന്നത് ഇവിടെ. ഇവിടെ വോയിഡ്സ് മിനിമം ആയിരിക്കും. ഇതാണ് മിനിമം അറേഞ്ച്മെന്റ്. അപ്പം ഇതിൽ വോയിഡ്സ് ഈ മാക്സിമം 0.35 ആയിരിക്കും. ഇതാണ് ഡെൻസസ്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ടേം ആണ് പോറോസിറ്റി. എൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പോറോസിറ്റി എൻ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ്, അതായത് ഇത്ര ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഇത്ര. അപ്പം എന്താണ്, ഒരു പെർസെൻറ്റേജ് ആണ് അല്ലെ, ടോട്ടൽ വോളിയത്തിൽ എത്ര വോളിയം ഓഫ് വോയിഡ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിന് പറയുന്ന വേറൊരു പേരാണ് പെർസെൻറ്റേജ് വോയിഡ്സ് എന്നുള്ളത്. അപ്പൊ നമുക്ക് വോളിയം ഓഫ് വോയിഡ്സ് എന്തായാലും എക്സിസ്റ്റ് ചെയ്യുന്ന അറിയാം, അതുകൊണ്ട് അത് സീറോനേക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും. അതേമാതിരി വോളിയം ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് 100% ആവാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വരും, വി എന്ന് പറയുന്നത് വി വി ആവണം അല്ലെ, അതൊരിക്കലും ആവില്ല. കാരണം വോളിയം ഓഫ് സോളിഡ്സ് ഇല്ലാതെ ഒരു സോയിൽ ഇല്ലല്ലോ. അപ്പൊ അത് കാരണം ഒരിക്കലും അങ്ങനെയും വരില്ല. അപ്പം എൻ എന്ന് പറയുന്നത് 0 to 100% വരെയുള്ള ഇൻ ബിറ്റ്വീൻ വാല്യൂ ആയിട്ടാണ് വരിക. അപ്പൊ നമ്മൾ ഇതൊക്കെ വോയിഡ് റേഷ്യോ ഒഴിച്ച് ബാക്കിയെല്ലാം പെർസെൻറ്റേജസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻസിൽ ഇടുമ്പോൾ അത് എപ്പോഴും ഡിജിറ്റ് ആയിട്ടാണ്. അതായത് ഇപ്പം 100%-ന് 1 എന്ന് പറഞ്ഞിട്ടാണ് ഇടുക. ഓക്കെ. ഇനി എഞ്ചിനീയറിംഗ് പർപ്പസിന് നമ്മൾ എപ്പോഴും വോയിഡ് റേഷ്യോ ആണ് ഉപയോഗിക്കുന്നത് അതർ ദാൻ പോറോസിറ്റി. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം ഓഫ് സോളിഡ് ആണ്. അപ്പൊ നമുക്ക് വോളിയം ഓഫ് സോയിൽ മാസ് ചേഞ്ച് ചെയ്യാണ്. ഒന്നുകൂടി നോട്ട് ചെയ്യുക, വോളിയം ഓഫ് സോയിൽ മാസ് ചേഞ്ച് ചെയ്യാണ്. അപ്പം വോളിയം ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വോളിയം ഓഫ് വോയിഡ്സ് ആണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്. വോളിയം ഓഫ് സോളിഡ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ വോയിഡ് റേഷ്യോ എടുക്കുമ്പോൾ ഈ ഡിനോമിനേറ്റർ ആണ് വോളിയം ഓഫ് സോളിഡ്, അത് കോൺസ്റ്റന്റ് ആയത് കാരണം ന്യൂമറേറ്റർ മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. പക്ഷെ പോറോസിറ്റി എടുത്ത് നോക്കുമ്പോൾ ഡിനോമിനേറ്ററിലും ടോട്ടൽ വോളിയം ആണ്. അപ്പൊ അത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് വോളിയം ഓഫ് സോളിഡ് ആണ്. അപ്പൊ ഇവിടെ ഈ ഡിനോമിനേറ്റർ വോളിയം ഓഫ് വോയിഡ്സ് ഉള്ള കാരണം ഈ ഡിനോമിനേറ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, പോറോസിറ്റി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചേഞ്ച് ചെയ്യുന്നുണ്ട് വോളിയം ഓഫ് സോയിൽ മാസ് ചേഞ്ച് ചെയ്യുമ്പം. അപ്പൊ അത് ഭയങ്കര ഇൻകൺവീനിയന്റ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി. അത് കാരണം നമ്മൾ എപ്പോഴും എഞ്ചിനീയറിംഗ് പർപ്പസിന് വോയിഡ് റേഷ്യോ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പോറോസിറ്റിയെക്കാളും. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ എന്നും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പം ഈ ഒരു റിലേഷനിൽ നിന്ന് 1/n എടുത്തിട്ടുണ്ടെങ്കിൽ 1/n is equal to v/vv എന്ന് കിട്ടി. അപ്പൊ v എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം, ദാറ്റ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വോളിയം ഓഫ് വോയിഡ്സ്. അപ്പൊ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ വോളിയം ഓഫ് സോളിഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ് പ്ലസ് vv/vv ചെയ്താൽ 1 കിട്ടും. ഓക്കെ. ഇനി നമ്മൾക്ക് ഇതിന് ഈ ടേമിനെ താഴോട്ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 1/vv/vs പ്ലസ് 1 കിട്ടി. അപ്പൊ vv/vs എന്ന് പറഞ്ഞാൽ എന്താണ്, വോയിഡ് റേഷ്യോ ഇ. അപ്പൊ 1/n is equal to 1/e plus 1 എന്ന് കിട്ടി. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഇടാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്ന് തന്നെ എന്നിനും ഇക്കും ടേംസ് ഉണ്ടാക്കാം. അപ്പം 1/n is equal to ഇതിനെ മുകളിലോട്ടേക്ക് എടുത്താൽ 1 plus e/e വരും. അപ്പം n is equal to e/1 plus e എന്ന് കിട്ടും. ഇനി ഈ 1 ഇക്വേഷനിൽ നിന്ന് തന്നെ ഇനെ പുറത്തെടുത്താൽ 1/e is equal to 1/n minus 1 എന്ന് കിട്ടും. അതായത് e is equal to n/1 minus n. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇതിനെ വെച്ചിട്ട്. ഇനി ഇത്രയാണ്. ഇനി അടുത്തത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, SR എന്ന് പറയും. അപ്പം SR എന്നാണ് ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താന്ന് വെച്ചാൽ വോളിയം ഓഫ് വോയിഡ്സിൽ എത്രമാത്രം വോളിയം വാട്ടർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വോളിയം ഓഫ് വോയിഡ്സിൽ എത്രമാത്രം വോളിയം വാട്ടർ എടുക്കുന്നുണ്ട്. അപ്പൊ അതും പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്റ്റേറ്റിലാകുമ്പോൾ എന്ത് പറ്റും, 0 ആണ് അല്ലേ, അതായത് വോളിയം ഓഫ് വാട്ടർ 0 ആണ്. പിന്നെ അതേമാതിരി ഫുള്ളി സാച്ചുറേറ്റഡ് വരുമ്പോൾ അത് 100% ആകും. അപ്പം SR ക്യാൻ ടേക്ക് ദ വാല്യൂ ഫ്രം 0 to 100%. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആളാണ് എയർ കണ്ടന്റ് എന്ന് പറയുന്നത്. എയർ കണ്ടന്റ് എന്ന് പറയുന്നത് ഇവിടെ വോളിയം ഓഫ് വാട്ടറിന് പകരം ഇവിടെ വോളിയം ഓഫ് എയർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ തിരിച്ചിട്ടായിരിക്കും. അതായത് എയർ ഫുള്ളി ഡ്രൈ സ്റ്റേറ്റ് ആയി വരുമ്പോൾ എന്ത് പറ്റും, വോളിയം ഓഫ് എയർ വോളിയം ഓഫ് വോയിഡ്സിന്റെ അത്ര ഉണ്ടാവും, അതായത് 100% ഉണ്ടാവും. ഇതിന്റെ തിരിച്ചിട്ട്, അതായത് ഇത് ഇങ്ങോട്ടേക്ക് വരും, ഇത് ഇങ്ങോട്ടേക്ക് വരും അല്ലേ, അങ്ങനെയല്ലേ അതിന്റെ അർത്ഥം, മനസ്സിലായില്ലേ? അതായത് സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് വരുമ്പം എയർ കണ്ടന്റ് 0 ആയിരിക്കും, അതായത് ഫുള്ളി വാട്ടർ ആണ്.
അപ്പോൾ വോളിയം ഓഫ് എയർ 0 ആയി വരും. പിന്നെ ഡ്രൈ സ്റ്റേറ്റ് വരുമ്പോൾ വി എ ഇസ് ഈക്വൽ ടു വി ബി, അപ്പോൾ 100% വരും. അതായത് തിരിച്ചിട്ട് ഉൾട്ട. അപ്പൊ എന്ത് പറ്റും? എ സി പ്ലസ് എസ് ആർ ഇത് രണ്ടും കൂടി ഈക്വൽ ചെയ്ത 1 ആണ് അല്ലേ. അതായത് എ സി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്, പിന്നെ എസ് ആർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്. അത് രണ്ടും പ്ലസ് ചെയ്താൽ വി എ പ്ലസ് വി ഡബ്ല്യു ബൈ വി വി കിട്ടും. അപ്പൊ വി എ പ്ലസ് വി ഡബ്ല്യു എന്ന് പറയുന്നത് വി വി ആണ്. അപ്പം വി വി ബൈ വി വി ചെയ്താൽ 1 കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ വേറൊരു ഇക്വേഷനും കിട്ടി നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് എയർ കണ്ടന്റിനെ ഇ സി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു അല്ലേ. അപ്പം എ സി എന്ന് പറയുന്നതും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100% ആണ് ഇതിന്റെയും റേഞ്ച്. ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷന്റെ സെയിം റേഞ്ച്, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ആണെന്ന് മാത്രം. ഇനി എ സി പഠിച്ചു കഴിഞ്ഞാൽ എൻ എ, അതായത് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എൻ എ ഇസ് ഈക്വൽ ടു എൻ എ, അതായത് എൻ എ ഇസ് ഈക്വൽ ടു എൻ എ സി, സഫിക്സിൽ ഒരു സി ഇടുക. അപ്പം എൻ എന്ന് പറഞ്ഞാൽ എന്താ? പോറോസിറ്റി, ദാറ്റ് ഇസ് വോളിയം ഓഫ് വോയിഡ്സ് ബൈ വോളിയം, ടോട്ടൽ വോളിയം. ഇനി എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ്. അപ്പൊ ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി എ ബൈ വി എന്ന് കിട്ടും. അതാണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, അതായത് ടോട്ടൽ വോളിയത്തിൽ എത്ര വോളിയം ഓഫ് എയർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്, എൻ എ ഇസ് ഈക്വൽ ടു എൻ എ സി ഇത്. ഓക്കെ, ഇനി ഡ്രൈ സോയിൽ വരുമ്പം വോളിയം ഓഫ് എയർ എന്താകും? ടോട്ടൽ വോളിയം ഓഫ് വോയിഡ്സ് ആവും അല്ലേ. അപ്പം എൻ എ ഇസ് ഈക്വൽ ടു എൻ ആവും. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം അല്ലേ. അപ്പം എൻ വി എ വി വി ആകുമ്പോൾ എൻ ആകും അല്ലേ. ഇനി സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് വരുമ്പോൾ വി എ, അതായത് വോളിയം ഓഫ് എയർ 0 ആകും. വോളിയം ഓഫ് വാട്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് വോളിയം ഓഫ് എയർ 0 ആകും. അപ്പൊ എന്ത് പറ്റും? എൻ എ 0 ആകും. അപ്പം എൻ എന്റെ റേഞ്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, അതായത് എൻ പോറോസിറ്റി ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. അപ്പം നമ്മൾ എല്ലാ വോളിയോമെട്രിക് റിലേഷൻഷിപ്പും പഠിച്ചു. ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, കാരണം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ, ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും. അതും കൂടി ചെയ്ത് നോക്കിയാൽ ഇത് ഭയങ്കര നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.